ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഇന്ന് രാവിലെ എന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ചൊരു സംശയം ചോദിച്ചു. അയാളുടെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ഒളിച്ചോടിപ്പോയി. 2 മക്കളൊക്കെ ഉള്ളതാണ്. ഇതിനെതിരെ ലീഗലായിട്ട് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നൊക്കെ അയാൾ ചോദിച്ചു. നമ്മുടെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 84 പ്രകാരം ഒരു വിവാഹിതയായ സ്ത്രീയെ ആരെങ്കിലും വശീകരിക്കാൻ ശ്രമിക്കുകയോ നിയമവിരുദ്ധമായി ഇതണക്ക് തടങ്കലിൽ പാർപ്പിക്കുകയോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാവാം. ചിലപ്പോൾ അത്തരത്തിലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കണമെന്ന് തന്നെയില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ കൊണ്ട് തടങ്കലിൽ പാർപ്പിക്കുന്നു. അത് നല്ല ഉദ്ദേശമല്ല. ഒരു ക്രിമിനൽ ഇൻറ്റൻ്റ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. വശീകരിക്കാൻ ശ്രമിച്ചു അത്തരത്തിലൊക്കെ ഒരാൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 84 പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും, ചിലപ്പോൾ തടവ് ശിക്ഷയും ഫൈനും ഒരുമിച്ച് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒഫൻസാണ്. എന്നാൽ ഈ സ്ത്രീയെ അങ്ങോട്ട് ആ പുരുഷനെ വശീകരിച്ച് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് കമ്പൽ ചെയ്തിട്ട് 2 പേരുടെ സമ്മതപ്രകാരമാണ് അവർ ഒളിച്ചോടുന്നു. ആരും തട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല, വശീകരിക്കാൻ ശ്രമിക്കുന്നില്ല, ക്രിമിനൽ ഉദ്ദേശമില്ല. ഈ 2 പേരുടെയും സമ്മതപ്രകാരം, ഈ സ്ത്രീയുടെ പൂർണ്ണ സമ്മതപ്രകാരമാണ് ഇത്തരത്തിൽ ഇറങ്ങി പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഡിവോഴ്സിനൊരു ഗ്രൗണ്ടാണ് ഇപ്പോഴും. അഡൾട്ടറി ഡിവോഴ്സിന് ഗ്രൗണ്ടാണ് ഇന്നും. പക്ഷേ അതൊരു ക്രിമിനൽ ഒഫൻസായി വരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ സ്ത്രീയെ ഇത് കണക്ക് തട്ടിക്കൊണ്ടുപോയി ഇത് കണക്കൊരു വീട്ടിലൊക്കെ പാർപ്പിക്കുന്നു, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ടുള്ള വശീകരിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു, ഒരു തെറ്റിദ്ധരിപ്പിച്ച് അത്തരം ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അല്ല 2 പേരും ഇഷ്ടപ്രകാരം പോയി കഴിഞ്ഞാൽ അതൊരു ഒഫൻസായിട്ട് വരുന്നില്ല. അത്തരത്തിൽ ഭർത്താവ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നപ്പോൾ ഭാര്യ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പോയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിന് വലിയ സ്കോപ്പൊന്നുമില്ല. എന്നാൽ നേരെ മറിച്ച് ചിലരുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിട്ട് ചിലപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നാട്ടിലെല്ലാവരും അറിഞ്ഞെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് അയ്യോ എനിക്കൊന്നും അറിയില്ല, എന്നെ തട്ടിക്കൊണ്ട് പോയതാണ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എന്നെ ഇതിപ്പോൾ ഒരു ഓട്ടോയിൽ കയറി എവിടെയോ എനിക്ക് ആ പരിചയമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോയെന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഒഫൻസായിട്ട് തന്നെ വരും. അതുകൊണ്ട് വിവാഹിതയായ സ്ത്രീകളെ പ്രണയിക്കാതിരിക്കുക. സെക്ഷൻ 84 പ്രകാരം ഭർത്താവ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ ശിക്ഷിക്കില്ല. നമ്മുടെ നാട്ടിൽ പലതും ജെൻഡർ ന്യൂട്രൽ ലോ ഒന്നുമല്ല. സ്ത്രീകൾക്ക് സപ്പോർട്ടീവായിട്ടാണ് കൂടുതൽ നിയമങ്ങളും. ആ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിക്കുന്ന ആ പുരുഷന് മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള ശിക്ഷയൊക്കെ ലഭിക്കത്തുള്ളൂ. സ്ത്രീകൾക്ക് ഇതിനെതിരെ ശിക്ഷയൊന്നും ഇല്ല, നിലവിലെ നിയമത്തിലില്ല. ജെൻഡർ ന്യൂട്രൽ ലോ തന്നെ വരണം എന്നാണ് എൻ്റെയും ആഗ്രഹം. പോലുള്ള ലീഗൽ കണ്ടൻറ്റ് അറിയാനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക.